ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്ന് നമുക്കൊരു വാട്ടർഫാൾസിൻ്റെ വിശേഷങ്ങൾ കണ്ടാലോ? ഒരു കാര്യം പറയാൻ മറന്നുപോയേ. നിങ്ങൾക്കേ ഇതുപോലത്തെ ട്രാവൽ വീഡിയോസും അങ്ങനെ ഈ അയർലൻഡിലെ സ്ഥലങ്ങളും ഒക്കെ കാണണമെങ്കിൽ എൻ്റെ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കൂടിക്കോ കേട്ടോ. ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഈ കാണുന്ന വാട്ടർഫാൾസിലെ ഇത് അയർലൻഡിലെ സ്ലൈഗോ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഗ്ലെൻകാർ വാട്ടർഫാൾസ് ആണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ എത്രയാണെന്നറിയാമോ? 0, -1, പിന്നെ സ്നോഫോളും ഒക്കെയുള്ള ടൈമാണ്. എന്നാലും എന്താ ചെയ്യുക, വാട്ടർഫാൾസ് കാണാൻ കൊതിയായാൽ പിന്നെ നമുക്ക് പിന്നത്തേക്ക് നീക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ. കാരണം സമ്മർ വന്നാൽ പിന്നെ വാട്ടർഫാൾസ് ഇത്രയും വെള്ളമൊന്നും കാണത്തില്ലല്ലോ. അതുകൊണ്ട് ഈ കൊടും തണുപ്പത്ത് രണ്ടും കൽപ്പിച്ച് ഞങ്ങളങ്ങോട്ട് ഇറങ്ങി തിരിച്ചു. വാട്ടർഫാൾസ് കണ്ടിട്ട് തന്നെയെന്ന് കാര്യം. നമ്മുടെ നാട്ടിലെ വാട്ടർഫാൾസ് വെച്ച് നോക്കുമ്പോഴേ ഇത് അത്ര വലിയ വാട്ടർഫാൾസൊന്നും അല്ലെന്നാണ് തോന്നുന്നത് കേട്ടോ. എന്നാലുമേ ഒരു രസമല്ലേ, ചുമ്മാ നമുക്ക് ഫാമിലി ഒരുമിച്ച് ഒന്ന് ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്കും പിള്ളേർക്കും സന്തോഷം, ഞങ്ങൾക്കും സന്തോഷം. പിള്ളേർക്കാണേലും ഇത്ര തണുപ്പാണേലും എന്താ പറയുന്നത്, ഇവിടുന്ന് തിരിച്ചു പോരാൻ വലിയ ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ സ്റ്റെപ്സ് ഉണ്ട്. നമുക്കിതിൻ്റെ കുറച്ചുകൂടെ അടുത്തേക്ക് പോയിട്ട് അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് സ്റ്റെപ്സും ഉണ്ട്. ഈ കാണുന്നതാണ് എൻ്റെ 2 കുഞ്ഞമ്മണീസ്. ഞാൻ അവരെ തോന്നുന്ന പേരൊക്കെ വിളിക്കും, സ്നേഹം കൊണ്ടാട്ടോ. കുഞ്ഞമ്മണി എന്ന് വിളിക്കും, അമ്മണിക്കുട്ടി എന്ന് വിളിക്കും. അവർക്കതൊന്നും കുഴപ്പമില്ല, അവരതൊക്കെ സഹിച്ച് നിന്നോളും. ഈ കുഞ്ഞിക്കടുകിനോടെ എത്ര പറഞ്ഞാലും ജാക്കറ്റ് മര്യാദയ്ക്ക് ഇടൂല. ഈ തണുപ്പത്തെ ഇങ്ങനെ ജാക്കറ്റൊക്കെ ഇടാതിരുന്നാൽ തണുപ്പ് പിടിക്കൂലേ. അങ്ങനെ കുറച്ച് നേരം ഇതിലേക്ക് വായും പൊളിച്ച് വായി നോക്കിയൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ പയ്യെ ഇവിടുന്ന് പോവുക കേട്ടോ. വാട്ടർഫാൾസ് കണ്ടത് മതിയായി. ഇനി അതിലെ തന്നെ തണുപ്പത്ത് അത്ര നേരം നിൽക്കാൻ പറ്റില്ലല്ലോ. ഇനി നമ്മൾ സ്റ്റെപ്പ് കയറിയല്ലായിരുന്നു ഇങ്ങോട്ട് വന്നത്, ആ വാട്ടർഫാൾസിൻ്റെ അതിലെ. അതിൻ്റെ ഇപ്പുറത്തൂടെ നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ടെത്താൻ വേണ്ടിയിട്ട് പറ്റുമേ, തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. തിരിച്ച് താഴെ ചെന്നപ്പോഴുണ്ട് ആ വാട്ടർഫാൾസിലേക്ക് കയറി വരുന്ന എൻട്രൻസിൻ്റെ അവിടെ ഒരു ചെറിയൊരു പാർക്ക്. എൻ്റെ കുഞ്ഞിപ്പെണ്ണിന് പാർക്ക് കണ്ടാലുണ്ടല്ലോ, അത് എത്ര കുഞ്ഞതാണേലും വലുതാണേലും ചാടി ഓടി അതിൻ്റെ അകത്ത് എത്തിയിരിക്കും. അപ്പം ഞങ്ങൾ അവളെ പാർക്കിൽ കയറ്റിയപ്പോണ്ട് അതിൻ്റെ തൊട്ടടുത്തതേ നമുക്കെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ കളിക്കാൻ വലിയവർക്കും XOX ഒക്കെ കിടക്കുന്നു കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനും എൻ്റെ ഏഞ്ചൽ കുട്ടിയും കൂടെ XOX ഒക്കെ കളിച്ചിട്ട് അവിടെ പയ്യെ തപ്പിക്കൂടി നിന്നു. XOXൻ്റെ ഇപ്പുറത്താണ്ടേ വേറൊരു സംഭവം. നമുക്ക് ഈ ബ്ലോക്സ് മാറ്റി മാറ്റി ഇന്നത്തെ വെതർ എന്താണെന്ന് അവിടെ നമുക്ക് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. എഴുതി വെക്കാമെന്ന് പറഞ്ഞാൽ നമുക്കത് ബ്ലോക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് വെരി ഹോട്ട്, വാം, കോൾഡ്, അങ്ങനെ പല സാധനങ്ങളുണ്ട്. ഏഞ്ചൽ കുറച്ച് നേരം കൂടെ അതേലൊക്കെ തോണ്ടിയും പെറുക്കിയൊക്കെ നിന്നു, ഹോട്ടും കോൾഡും ഒക്കെ ആക്കിയിട്ട്. അത് വേഗം ബോറടിക്കുമല്ലോ. ഇത് കുറച്ച് നേരം കളിച്ചപ്പോൾ ബോറടിക്കുമെന്നും പറഞ്ഞിട്ട് ഏഞ്ചൽ തിരിച്ചു പോയിട്ടോ. എനിക്കങ്ങനെ പോകത്തില്ലല്ലോ. ഈ കുഞ്ഞിപ്പെണ്ണിനെയും കൊണ്ടല്ലേ ഇവിടെ വന്നത്. ഇതാണെങ്കിൽ പാർക്ക് കണ്ടാൽ പിന്നെ ഒരു രക്ഷയില്ല. അവിടുന്ന് തിരിച്ചിറങ്ങണമെങ്കിൽ പിന്നെ വലിച്ചുകൊണ്ട് പോകണം. ജാക്കറ്റൊക്കെ ഒരു സ്ഥലത്ത് തൂക്കിയിട്ടിട്ടാട്ടോ അവളീ പരിപാടി, ഒന്നും പറയണ്ട. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഊഞ്ഞാലേന്ന് ഇറങ്ങി അടുത്ത സെറ്റപ്പിലേക്ക് കയറി. ഇത് കയറുന്ന കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു ആ താഴത്തെ അതിൽ മാത്രമേ കയറുള്ളൂ, അതിൻ്റെ മുകളിലോട്ട് ഒരടി പോലും വെക്കൂലെന്ന്. അതുപോലെ തന്നെയായിട്ടോ. ഇവളിവിടെ ഇരുന്ന് കളിക്കട്ടെ. ഞാൻ അപ്പുറത്തോട്ട് നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഒരു നല്ലൊരു ഓപ്പൺ സ്പേസ്, കുറച്ച് ചെയറും ടേബിളും ഒക്കെ ഇട്ടിട്ട് നല്ല സെറ്റിങ്ങിൽ. ഒന്ന് ഓർത്ത് നോക്കിയേ, ഈ ഒരു ആംബിയൻസിൽ ഇവിടെ ഇരുന്നൊരു കോഫിയൊക്കെ കുടിക്കുന്നത്, ഇഷ്ടപ്പെട്ട ആളുടെ ഡേയിലും കൂടി ഇരുന്നിട്ടൊരു കോഫി കുടിക്കുന്നതൊക്കെ അടിപൊളിയായിരിക്കില്ലേ. നല്ല മൗണ്ടെയിനും പിന്നെ അതിൻ്റെ മുന്നിൽ ഒരു മലനിരകളും പിന്നെ റിവറും പിന്നെ എല്ലാം കൂടെ നല്ലൊരു സെറ്റപ്പാട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത്ര നേരം അവിടെ വായി നോക്കി നിന്നിട്ട് ഞാൻ ഇത് കണ്ടില്ലായിരുന്നു. ഫൈനലി ഒരു വിധത്തിൽ ഞാൻ അതിനെയും തൂക്കിയെടുത്തുകൊണ്ട് ഞങ്ങൾ കാർ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുക. ഈ കാർ പാർക്കിംഗ് ആണെങ്കിലും ഉണ്ടല്ലോ നല്ല രസമാണ്, നല്ല ആംബിയൻസൊക്കെ കാണാൻ വേണ്ടിയിട്ട് അടിപൊളി ഏരിയയാണ്. അപ്പം ഗ്ലെൻകെയർ വാട്ടർഫാൾസിലേക്ക് വരുന്നവർക്ക് പിള്ളേർക്കും എൻജോയ്മെൻ്റ് ഉണ്ട്, നമുക്കും വാട്ടർഫാൾസിൻ്റെ ബ്യൂട്ടി ആസ്വദിക്കാം.